ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഏത് സഭാ വ്യത്യാസമില്ലാതെ വന്നാലും ഞാൻ അന്വേഷിച്ചറിഞ്ഞിടത്തോളം എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം, അല്ലേ? അതുപോലെ വാക്കുകൾക്ക് മാത്രം കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കുമോ? അത് മുഴുവനൊന്നും ഞാൻ പറയുന്നില്ല. പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് നിർത്തുക. എവിടെയാ? യേശു വന്നു, ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് വിശ്വസിക്കുന്നു 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 എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം എന്താ? ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു, ഇല്ലേ? യേശു വന്നു, യേശു ജീവിച്ചു, യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞതും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളാണ്. യേശു വന്നതും ജീവിച്ചതും മരിച്ചതും ഇപ്പോൾ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതും. ഇത്രയും കാര്യങ്ങൾ സംഭവിച്ച് കഴിഞ്ഞു. ഇനി തുടർന്ന് പ്രാർത്ഥനയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞങ്ങളല്ല ഇവിടെ, നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ കേട്ടിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയാണ്. ഞാനൊന്ന് ചിന്തിക്കാൻ വേണ്ടി ചോദിക്കുക. ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഈ യേശുക്രിസ്തുവിൻ്റെ മുന്നിൽ വിധിക്കായി ഒരു ദിവസം ഞാൻ നിൽക്കേണ്ടവനാണ്, നിൽക്കേണ്ടവളാണ്, ഈ ബോധ്യത്തോടു കൂടെ തന്നെയായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. എന്താ ജീവിക്കുന്നവരെയും മരിച്ചവരെയും എന്ന് പറയുന്നത്? യേശു വരുമ്പോൾ ജീവിച്ചിരിക്കുന്നവരുണ്ടാകും, അവരെ രൂപാന്തരം പ്രാപിക്കും. മരിച്ചവർ യേശുവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. അതിനുശേഷമാണ് വിധി. അപ്പോൾ എല്ലാവർക്കും, ജാതി മത വർഗ വർണ്ണ എന്ത് വ്യത്യാസവും എല്ലാവർക്കും യേശുവിൻ്റെ മുൻപിൽ വിധിക്കായി നിൽക്കേണ്ടവനാണ്, നിൽക്കേണ്ടവളാണ്. ഈ ബോധ്യത്തോടു കൂടെ തന്നെയായിരുന്നോ നമ്മൾ പ്രാർത്ഥിച്ചിരുന്നത്? ഇല്ല. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ഈ പ്രാർത്ഥന മാത്രമല്ല കേട്ടോ, ഏത് പ്രാർത്ഥനയിലും നമ്മൾ പറയുന്ന ഓരോ വാക്കും, കർത്താവിൻ്റെ വചനം പറയുന്നത് വ്യർത്ഥമായ ഓരോ വാക്കിനും അന്ത്യദിനത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ ഈ വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന ഒരു പ്രമാണമായി നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന പ്രാർത്ഥനയാണ്. എന്നിട്ട് പറയുകയാണ്, വിധിക്കായി നമ്മൾ ഓരോരുത്തരും ഈ യേശുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണ്, നിൽക്കേണ്ടവളാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്ത ചെയ്തികൾ അനുസരിച്ച് ഇന്ന് യേശുക്രിസ്തുവിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വന്നാൽ നമ്മുടെ അവസ്ഥ എന്താവും? ഇന്ന് ജീവനോടിരിക്കുന്ന കാരണം നമുക്ക് മനസ്സിലായി ഞാൻ ആരാ, ഞാൻ എങ്ങനെയാണ്. ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ എൻ്റെ അവസ്ഥ എന്താകുമെന്ന് നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് മന്ത്രിച്ചുകൊണ്ടിരിക്കുക, നമുക്കത് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇന്ന് ജീവനുള്ളത് കൊണ്ട് തെറ്റിപ്പോയി കർത്താവേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി അനുദപിച്ച് വിളിച്ച് അപേക്ഷിച്ചാൽ ഇന്ന് വരെയുള്ള എല്ലാ തെറ്റുകളും കർത്താവ് നമുക്ക് പുറത്തു തരും, അത് മായ്ച്ചു കളയും. എന്നാൽ ഇനി മുതൽ ശ്രദ്ധിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ചിന്തിക്കണം, എന്താണ്, എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതെന്ന്. മത്തായിയുടെ സുവിശേഷത്തിൽ മത്തായി 13:44 മുതലുള്ള വരും. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. യേശു വീണ്ടും പറയാണ്,
സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. ഇത് മൂന്നാമത് യേശു പറയാണ്, സ്വർഗരാജ്യം എല്ലാ തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും. ഈ കാര്യങ്ങൾ യേശു പറയാനുണ്ടായ കാരണം ഇതിൻ്റെ 18 മുതലുള്ള തിരുവചനങ്ങൾ, വിധക്കാരൻ്റെ ഉപമ നിങ്ങൾ കേട്ടുകൊള്ളുവിനെന്ന് ശിഷ്യന്മാർ വന്ന് ചോദിച്ചപ്പോഴാണ് ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് യേശു പറഞ്ഞു തുടങ്ങിയത്, ഈ വിധക്കാരൻ്റെ ഉപമയെക്കുറിച്ച്. തുടർന്ന് യേശു ഇവരോട് പറയുകയാണ്, സ്വർഗരാജ്യം ഒരു നിധിക്ക് തുല്യമാണ്, രത്നത്തിന് തുല്യമാണ്, ഒരു വലയ്ക്ക് തുല്യമാണ്. ഈ രത്നത്തിൻ്റെയും ഈ നിധിയുടെയും കാര്യം പറയുമ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കൂട്ടരെ മാത്രമേ പറയുന്നുള്ളൂ. കണ്ടെത്തിയവൻ അത് സ്വന്തമാക്കുന്നു, രത്നം കണ്ടെത്തിയവനും അത് സ്വന്തമാക്കുന്നു. എന്നാൽ തുടർന്ന് ഈ വലയുടെ കാര്യം പറയുമ്പോൾ വളരെ കൃത്യമായി വ്യക്തമായി യേശു പറഞ്ഞു വെച്ചിരിക്കുകയാണ്, നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്യുന്നു. ഈ വലയിൽ നിന്ന് എല്ലാ തരം മത്സ്യങ്ങളെയും കിട്ടും. വലയിൽ പുഴയിലോ കടലിലോ എറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെടുന്ന എല്ലാ മത്സ്യങ്ങളെയും വലിച്ചു കഴിക്കും. കിട്ടിക്കഴിഞ്ഞിട്ടാണ് വേർതിരിക്കുന്നത്. വേർതിരിച്ചു കഴിഞ്ഞ് ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും. ലോകാവസാനത്തിൽ സംഭവിക്കുമെന്നല്ല പറഞ്ഞു, യുഗാന്ത്യത്തിൽ. ഈ യുഗം ഏത് യുഗം? ഈ യുഗം നമ്മുടെ ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ കൃപായുഗം. എന്താ കൃപായുഗത്തിൻ്റെ പ്രത്യേകത? യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമുക്കെല്ലാവർക്കും പാപമോചനവും രക്ഷയും നേടാനുള്ള അവസരം നൽകിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ഓരോരുത്തർക്കും ഈ കൃപയിലേക്ക് കടന്നു വരാനുള്ള അവസരം ഇപ്പോൾ ഉണ്ട്. ഈ കൃപായുഗം അവസാനിക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയാണ്, ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടുകയില്ല. ഈ യുഗം അവസാനിക്കും, മറ്റൊരു യുഗം വരാനുണ്ട്. ഇവിടെ യേശു പറയുകയാണ്, യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. ഇതാരാ പറഞ്ഞ? ഞാൻ പറഞ്ഞതല്ല, യേശു പറഞ്ഞ വചനങ്ങൾ ഈ സുവിശേഷത്തില്, മത്തായി സുവിശേഷത്തില് 18-ാം അധ്യായത്തില് യേശു വളരെ വ്യക്തമായി പറഞ്ഞതാ. ഈ യുഗത്തിൻ്റെ അവസാനത്തിലും ഇതുപോലെ സംഭവിക്കും. സഹോദരങ്ങളെ, ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് ഞാനും നിങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും മാറ്റപ്പെട്ടാൽ എവിടെ ചെന്ന് ചേരും? ഇത് പലപ്പോഴും ഞാൻ വ്യക്തിപരമായി ആരോടും പറയുമ്പോൾ അവർ പറയുന്നത്, അത് നീ മരിച്ചു പോകുന്ന കാര്യത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയല്ല. പിന്നെ എപ്പോഴാണ് പറയുക? മരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാവും കേൾക്കുമോ? ജീവനോടെ ഇരിക്കുമ്പോഴല്ലേ പറയണ്ടേ? ഇത് ശരിയല്ലേ? ഇവിടെ ഇരിക്കുന്ന നമ്മൾ എല്ലാവരും വന്നിരിക്കുന്നവർ ഇന്ന് രാത്രി എല്ലാവരും നമ്മളെ വീട്ടിൽ കിടന്നുറങ്ങി നാളെ ഉണർന്ന് എഴുന്നേൽക്കുമെന്ന് ഉറപ്പുണ്ടോ? അതിനു മുന്നേ നമ്മൾ തിരിച്ചറിയണം, ഇന്ന് ഞാൻ മാറ്റപ്പെട്ടാൽ എവിടെ ചെന്ന് ചേരും. യുഗാന്ത്യത്തിലും ഇതുപോലെ സംഭവിക്കും. ഏതുപോലെ? വേർതിരിക്കും. വലയിൽ അകപ്പെട്ട മത്സ്യങ്ങളെ വേർതിരിച്ച് വലിച്ചെറിയുന്നത് പോലെ യുഗാന്ത്യത്തിൽ. ഈ വിധക്കാരൻ്റെ ഉപമ പറഞ്ഞു കഴിഞ്ഞുവെന്ന് ഈ രണ്ട് ഉപമയും പറഞ്ഞ് മൂന്നാമത്തെ വലയുടെ ഉപമയും വളരെ കൃത്യമായി പറഞ്ഞ് അവസാനം ഒരു ഉപമയും ഇല്ലാതെ വളരെ കൃത്യമായി യേശു പറയാണ്,
യുഗാന്തത്തിലും ഇതുപോലെ സംഭവിക്കും. നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. ഞാൻ ഇത്രയും ഈ സുവിശേഷത്തിൻ്റെ ഈ 13-ാം അധ്യായത്തിൻ്റെ തിരുവചനങ്ങളൊക്കെ പറഞ്ഞു വന്ന് നിങ്ങൾ മറക്കാതെ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു വചനം അതിന് ശേഷം ഈ 51-ാമത്തെ വാക്യത്തിലുണ്ട്. നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചു. എനിക്കും ചോദിക്കാനുള്ളത് യേശു ചോദിച്ച ചോദ്യമാണ്. ഇതെല്ലാം നിങ്ങൾ ഗ്രഹിച്ചോ? മറുപടി ആരും പറയണ്ട, അവരൊരു മനസ്സിൽ പറഞ്ഞാൽ മതി ഇത് ഞാൻ ഗ്രഹിച്ചു എന്ന്. ഇവിടെ ശിഷ്യന്മാർ പറഞ്ഞു ഉവ്വ്. അവർ ഉത്തരം പറഞ്ഞു. അവൻ ആ മറുപടി അവരിൽ നിന്ന് കേട്ടു. നമുക്കറിയാം ശിഷ്യന്മാർ ഈ മറുപടിയെല്ലാം പറഞ്ഞെങ്കിലും പിന്നീട് സുവിശേഷം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഈ ശിഷ്യന്മാരൊക്കെ എന്താ ചെയ്ത്? യേശുവിൻ്റെ കുരിശുമരണം വന്ന സമയത്ത് ആരും യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഗ്രഹിച്ചുവോ എന്ന് ചോദിച്ചപ്പോൾ ഉവ്വ് എന്ന് പറയും. നിങ്ങളും ഓരോരുത്തരും ഉവ്വ് എന്ന് ഉത്തരം പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, ഇന്ന് മാറ്റപ്പെട്ടാൽ നമ്മൾ ഓരോരുത്തരും എവിടെ ചെന്ന് ചെയ്യും? അത് വളരെ ചിന്തനീയമാണ്. അതുകൊണ്ടാണ് ചോദിച്ചത്, ഇതെല്ലാം നിങ്ങൾ ഗ്രഹിച്ചു. നേരത്തെ ബ്രദർ പറഞ്ഞില്ലേ, നമ്മൾ ഓരോരുത്തരും ഈ തിരുവചനത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്ന് വളരെ കൃത്യമായി വ്യക്തമായി പരിശോധിച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ. എത്ര പേര് കേട്ട പ്രഗത്ഭനായ ബ്രദറായാലും അച്ഛന്മാരായാലും ബിഷപ്പുമാരായാലും കർദിനാൾമാരായാലും എന്ത് പേരിൽ വന്നാലും അവർ പറയുന്ന കാര്യങ്ങൾ ഇതിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ വീടിൻ്റെ ഉടമസ്ഥൻ ആരാന്ന് എനിക്കറിയില്ല. ഇവിടെ വന്നപ്പോൾ പരിചയപ്പെടുത്തി ഇവരുടെ അപ്പച്ചനാണ്. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി പറയാം. അപ്പച്ചൻ എന്നോട് പറയാണ്, മകനെ ഈ വീടും സ്ഥലമൊക്കെ ഞാനിന്ന് വിൽക്കാൻ പോവുക, ഒരു 2 കോടി രൂപ തന്നാൽ ഞാനത് വിൽക്കാൻ തീരുമാനമെടുത്തുന്നത്. അപ്പോഴാണ് അമ്മച്ചി അറിയുന്നത്, വിൻസെൻ്റ് ബ്രദറെ ഇത് അപ്പച്ചൻ്റെ അല്ല കേട്ടോ, അത് ആളുടെ അല്ല, എൻ്റെ പേരിലാണ് ഈ സ്ഥലവും വീടും ഒക്കെ ഇരിക്കുന്നത്. അങ്ങനെ ബ്രദറിന് നിർബന്ധമാണെങ്കിൽ ഞാനൊരു 1.5 കോടി രൂപ എനിക്ക് തന്നാൽ ഞാനിത് ബ്രദറിന് തരാം. അപ്പോഴാണ് മക്കൾ അറിയുന്ന ഈ സ്ഥലം ഇത് വിൽക്കാൻ പോവുകയാണ്. അപ്പോൾ അവർ ഓടി വന്ന് എന്നോട് പറഞ്ഞു, ബ്രദറെ ഇത് അപ്പച്ചൻ്റെയും അല്ല അമ്മച്ചിയുടെയും അല്ല, ഞങ്ങളുടെയാണ് ഈ സ്ഥലം. അങ്ങനെ ബ്രദറിന് നിർബന്ധമാണെങ്കിൽ ഞാനൊരു 1.25 കോടി രൂപ തന്നാൽ തരാം. ഞാൻ കൺഫ്യൂഷനായോ? എന്താ കൺഫ്യൂഷൻ? ആരുടെ പേരിലാണ്? ഞാനെങ്ങനെ അറിയും? അറിയാൻ മാർഗമുണ്ടോ? ഉണ്ടോ? ആരവിടെ ഉണ്ടെന്ന് പറഞ്ഞ അവനെ ഹല്ലേലൂയ പറയാൻ വേണ്ടിട്ടാ. ഉണ്ടോ? ഉണ്ട്. എങ്ങനെയാ? ആധാരം പരിശോധിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. എന്നതുപോലെ നമ്മളുടെ ആധാരമാണ് ഈ വിശുദ്ധ ബൈബിൾ. ഇത് പരിശോധിച്ചിട്ട് വേണം നമ്മൾ ഉറപ്പുവരുത്താൻ. ആരെങ്കിലും എന്തെങ്കിലും എവിടെയോ പറഞ്ഞു എന്ന് കേട്ട് നമ്മൾ ആരോ തീരുമാനമെടുക്കരുത്. അതുകൊണ്ട് നേരത്തെ ബെറോവായിലുള്ളവർ മാന്യന്മാരെന്ന് വിളിക്കാനുണ്ടായ കാരണം ഇതുപോലെ നമ്മൾ ഓരോരുത്തരും എൻ്റെ കർത്താവ് ഈ തിരുവചനങ്ങളിലൂടെ എന്ത് പറഞ്ഞു വെച്ചിരിക്കുന്നു. ഞാനൊരു പടി കൂടി കടന്നു പറയാ, നമ്മുടെ കർത്താവായ യേശു മിശിഹ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നും കൂടെ ഒന്ന് കൃത്യമായി നമ്മൾ ഓരോരുത്തരും അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം. അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതിന് നിങ്ങളെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുകൾ വാക്ക് നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.